ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കേവലം വിരലിൽ എണ്ണാവുന്ന അംഗസംഖ്യയിൽ നിന്ന് ആരംഭിച്ച് ലോകത്താകമാനം പടർന്നു പന്തലിച്ച ക്രിസ്തീയ സഭയുടെ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച പതിനായിരങ്ങളുടെ ജീവനുള്ള വിശ്വാസമാണ്. അവർക്ക് ഏൽപ്പിച്ചു കിട്ടിയ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി അവർ ജീവനെ പോലും നഷ്ടപ്പെടുത്തുവാനുള്ള കാരണം ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിൽ നിന്ന് ലഭിച്ചതായ പ്രത്യാശയാണ്. ഇന്ന് പീഡനങ്ങൾ അരങ്ങ് തകർത്ത് വാഴുകയാണ്. ക്രൈസ്തവ സഭ ഏറ്റവും കൂടുതൽ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ അടിച്ചമർത്തലുകൾ കൊണ്ടോ ഭീഷണി കൊണ്ടോ ഒന്നും തളർത്തിക്കളയാൻ പറ്റുന്ന ഒന്നല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വാസമെന്ന് പറയുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഏക ഘടകം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാകുമായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവനെന്നോ മരണമെന്നോ വ്യത്യാസമില്ല. അവർ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് അത്യുത്തമം എന്ന് വിശ്വസിക്കുന്നവരാണ്. ജീവിച്ചാലും മരിച്ചാലും തങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്ന് അവരെണ്ണുകയാണ്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം, ഭീതി എന്നൊക്കെ പറയുന്നത് മരണഭയമാണ്. എന്നാൽ ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ എന്ന് മരണത്തെ നോക്കി വെല്ലുവിളിച്ച ഒരപ്പോസ്തലനുണ്ട്. പൗലോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കാരണം മരണഭയം നീങ്ങിയ ഒരു മനുഷ്യന് മാത്രമേ അങ്ങനെ പ്രസ്താവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്വന്തം ജീവിത സാക്ഷ്യം കൊണ്ട് അനേക ഭക്തന്മാർ അത് തെളിയിച്ചിട്ടുണ്ട്. അതിന് കാരണം യേശുക്രിസ്തുവിൻ്റെ മരണമാണ്. ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. പുനരുത്ഥാനത്തിലൂടെ മരണത്തെ കീഴടക്കിയ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ കൊന്നുകളയും എന്നതിൻ്റെ പേരിൽ ഒരിക്കലും പിന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ ചരിത്ര തെളിവുകളാണ് രക്തസാക്ഷികളായിട്ട് കർത്താവിന് വേണ്ടി ജീവനെ കൊടുത്ത, ചങ്കിലെ ചോര പോലും കൊടുത്ത 10,000 രക്തസാക്ഷികൾ. ആയതുകൊണ്ട് ഈ കാലങ്ങളിൽ ക്രൈസ്തവ സഭ വളരെയേറെ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം വചനം പഠിച്ചിട്ടുള്ളവർക്കും വചനത്തിൽ നിലനിൽക്കുന്നവർക്കും ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവർക്കും ഉറപ്പുള്ളതാണ്: അടിച്ചമർത്തലുകൾ കൊണ്ടോ ഭീഷണി കൊണ്ടോ ആർക്കും ഒതുക്കുവാൻ പറ്റാത്ത ഒരു മാർഗമാണ് ക്രിസ്തു മാർഗം എന്ന് പറയുന്നത്. കാരണം ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നുള്ള യേശു കർത്താവിൻ്റെ മാറാത്ത വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ചുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കെതിരെ, മിഷണറിമാർക്കെതിരെ ഉയരുന്ന എല്ലാ പ്രതിസന്ധികളും ദൈവം നന്മയ്ക്കാക്കി തീർക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രക്തസാക്ഷികളായിട്ട് തീരുക എന്നുള്ളത് വേദപുസ്തകം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലക്ഷ്യം വെച്ച കാര്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി എത്രയോ അനുഗ്രഹീതനാണ്. താൻ വിശ്വസിച്ച സത്യത്തിനു വേണ്ടി ജീവൻ വെടിയുന്നവരെ, അല്ലെങ്കിൽ അതിന്
തയ്യാറെടുക്കുന്നവരെയാണ് സാധാരണഗതിയിൽ രക്തസാക്ഷികളെന്ന് പറയുന്നത്. രക്തസാക്ഷികൾ ക്രിസ്തു സഭയ്ക്ക് മാത്രമല്ല, മറ്റ് അനേക സംഘടനകൾക്കും രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ക്രൈസ്തവ രക്തസാക്ഷികൾക്ക് പറയുവാനുള്ള പ്രത്യാശ എന്ന് പറയുന്നത് വിവരണാതീതമാണ്. ഓരോ പ്രസ്ഥാനങ്ങൾക്കും അവരുടേതായ രക്തസാക്ഷികളുണ്ട് എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ തങ്ങളുടെ വിശ്വാസത്തോട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പുലർത്തുന്ന ആ ഉറപ്പ്, ആ കൂറ്, മരണം പോലും തങ്ങൾക്ക് വിലയുള്ളതല്ല എന്ന് എണ്ണിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ അങ്ങനെയാണ്. അവർ ക്രിസ്തുവിന് വേണ്ടി എന്തും ഏതും ആകുവാൻ തീരുമാനമെടുത്തവരാണ്. അതുകൊണ്ട് തീർച്ചയായും ക്രൈസ്തവ സഭ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദൈവം വിടുവിക്കട്ടെ. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് പ്രയാസത്തിലും വേദനയിലും ആയിരിക്കുന്ന എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.